ഒരു പെണ്ണ് പഠിച്ചിരിക്കേണ്ട സൂറത്താണ് സൂറത്തു മറിയം. എന്നിട്ട് അവൾ എന്ത് റാഹത്തായിട്ട് പ്രസവിക്കാൻ സുബ്ഹാനല്ലാഹ് നല്ല രീതിയിൽ പ്രസവിച്ചു. ഫഹമലതുഹു ഫന്തബദത് ബിഹി മകാനൻ ഖസിയ ഫഅജാഹൽ മഖാദു ഇലാ ജിദ്ഇൻ നഖലതി ഖാലത് യാ ലൈതനി മിത്തു ഖബ്ല ഹാദാ വകുന്തു നസിയൻ മൻസിയ. മറിയം ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ ചുരുക്കം പറഞ്ഞ പ്രസവിച്ചിട്ടു ബഹുമാനപ്പെട്ടതാകുന്ന റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം പ്രസവിച്ച കുട്ടിയായിട്ട് ഇനി നാട്ടിലേക്ക് എങ്ങനെ പോകും? വല്ലാതെ വിഷമിച്ചു മറിയം ബീവി. കാരണം നാട്ടിൽ എല്ലാവരും വലിയ അപരാധം പറയും. കാരണം ഭർത്താവില്ലാതെ എവിടെയോ പോയി റാഹത്താക്കിയിട്ട് കൊണ്ടുവന്നതാണ് എന്ന് പറയും. അള്ളാഹു പറഞ്ഞു, നീ ഒന്നും മിണ്ടണ്ട, ഞാൻ നോമ്പുകാരിയാന്ന് പറഞ്ഞങ്ങ് നിലകൊണ്ടു. നോമ്പുകാരിയാണെന്ന് പറഞ്ഞു. ആരോട് ഞാൻ സംസാരിക്കുന്നില്ല. ഇനി ഉക്കല്ലിമുല്ലൗമ ഇൻസിയ, ഒരാളോട് ഞാൻ വർത്താനം പറയുന്നില്ല എന്ന് നീ പറഞ്ഞു. അപവാദം പറഞ്ഞിങ്ങനെ നടക്കുന്നവർക്ക് തിരികെ മറുപടി പറയണ്ട എന്ന് ഖുർആൻ അതിൽ നിന്നല്ല സൂചനയാണ്. ഒരാൾ നമ്മളെ കുറിച്ച് അപവാദം പറഞ്ഞെടുക്കാൻ നമ്മൾ തിരിച്ചു മറുപടി പറയാൻ പോയിരിക്കാനാണ് ഏറ്റവും നല്ലത്. ഖുർആന്റെ ഓരോ മഫ്ഹൂമായ അർത്ഥങ്ങളാണ് ഈ പറയുന്നത്. തിരിച്ചൊന്നും പറയാതിരിക്കുക എന്നാൽ ഏറ്റവും നല്ലതാണ്. പറയേണ്ടത് വേറെ ആളുകൾ പറഞ്ഞോളൂ. കാരണം ആളുകൾ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, എന്ത് പരിപാടിയാണ് നീ ചെയ്തത്? നിന്റെ കുടുംബത്തിനൊരു പാരമ്പര്യം ഉണ്ടായിരുന്നു, ആ പാരമ്പര്യം മുഴുവൻ നീ കളഞ്ഞു കുടിച്ചു. നീ എവിടെയോ പോയി ആരുടെയോ ഒരു കുഞ്ഞിനെയും പേറിക്കൊണ്ടാണല്ലോ വന്നിരിക്കുന്നത് എന്ന് മറിയം ബീവി റളിയല്ലാഹു അൻഹയെ കുറ്റപ്പെടുത്തിയപ്പോ ഫഅശാറത്തി ഇലൈഹി, ചെറിയ കുട്ടിയിലേക്ക് അങ്ങോട്ട് വിരൽ ചൂണ്ടി മറിയം ബീവി റളിയല്ലാഹു അൻഹ. അപ്പൊ ആ കുട്ടി സംസാരിക്കാണ്. കുട്ടിയുടെ സംസാരം മുഅ്ജിസത്താണ്. പക്ഷെ ഈ ഉമ്മ അങ്ങോട്ട് കാണിച്ചപ്പോ ആ കുട്ടി സംസാരിച്ചത് ഉമ്മയുടെ കറാമത്താണ്. കാരണം ഉമ്മാര വിലായത്തുള്ള സ്ത്രീയാണ്. അവിടെ ചൂണ്ടിയപ്പോഴത്തേക്കും കുട്ടി സംസാരിച്ചത് കുട്ടിയുടെ മുഅ്ജിസത്താണ്. കാരണം കുട്ടിയാരാ? പ്രവാചകനാണ്. ഉമ്മാരാണ്, വിലായത്തുള്ള സ്ത്രീയാണ്, കറാമത്തുള്ള പെണ്ണാണ് മറിയം ബീവി റളിയല്ലാഹു അൻഹ. കുട്ടി അങ്ങോട്ട് ചൂണ്ടിയിട്ട് പറഞ്ഞു, ഈ കുഞ്ഞ് പറഞ്ഞോളൂ മറുപടി. ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ മറുപടി പറയാൻ നിൽക്കരുത്, വേറെ ആൾക്കാർ പറഞ്ഞോളൂ. അങ്ങോട്ട് സൂചിപ്പിച്ചു. ആ കുട്ടി അങ്ങോട്ട് പറഞ്ഞു. തൊട്ടിൽ കിടന്ന് സംസാരിച്ചവർ 4 പേരാണ്. അതിൽ പ്രമുഖനാണ് ആര്? ബഹുമാനപ്പെട്ട സയ്യിദുനാ ഈസാ നബി അലൈഹിസ്സലാം. ഉറക്കെ പറ, ഈസാ നബി വലിയ പ്രവാചകനാണ്, സാധാരണ മനുഷ്യനൊന്നുമല്ല. ഈസാ നബി അലൈഹിസ്സലാം ഖാല ഇന്നി അബ്ദുല്ലാഹ് അതാനിയൽ കിതാബ വജഅലനി നബിയ്യാ. ഈസാ നബി അലൈഹിസ്സലാം ഉടനെ പറയുകയാണ്, ഞാൻ അല്ലാഹുവിന്റെ ദാസനാണ്. ആതാനിയൽ കിതാബ, എനിക്ക് പരിശുദ്ധമാക്കപ്പെട്ട ഗ്രന്ഥം ഇതാ നൽകാൻ പോയാണ്. അടുത്തിടെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നിലേക്ക് ഗ്രന്ഥം നൽകും. വജഅലനി നബിയ്യാ, എന്നെ അല്ലാഹു പ്രവാചകനാക്കിയിരിക്കുകയാണ്. വജഅലനി മുബാറകൻ ഐനമാ കുന്തു വഔസാനി അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ബറക്കത്തുള്ളതായ വ്യക്തിയാക്കിയിരിക്കുകയാണ്. ഞാൻ എവിടെ ചെന്നാലും ബറക്കത്താണ്, എന്ത് ചെയ്താലും ബറക്കത്താണ്, ആരെ തടവിയാലും ബറക്കത്താണ്. കുഷ്ഠരോഗമുള്ള ആളുകളെ, പാണ്ട് പിടിച്ച ആളുകളെ ബഹുമാനപ്പെട്ടവരുടെ സവിധത്തിലേക്ക് കൊണ്ടുവന്നാൽ തല മുതൽ കാല് വരെ ഒന്ന് തടവേണ്ട താമസം. സുബ്ഹാനല്ലാഹ്, പരിപൂർണമായ ശിഫാ ലഭിച്ചിരുന്നു എന്ന് വിശുദ്ധമായ ഖുർആൻ. ഈസാ നബി അലൈഹിസ്സലാം വലിയ ബറക്കത്തുള്ള മനുഷ്യനായിരുന്നു. വജഅലനി മുബാറക, എന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബറക്കത്തുള്ള വ്യക്തിയാക്കിയിരിക്കുകയാണ്. വഔസാനി ബിസ്സലാത്തി വസ്സകാ മാ ദുംതു ഹയ്യാ, ഞാൻ എവിടെ പോയാലും എന്നോട് നിസ്കാരം കൊണ്ടും സക്കാത്ത് കൊണ്ടും അല്ലാഹു കൽപ്പിച്ചിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട ഈസാ നബി പറഞ്ഞതായി വിശുദ്ധമായ ഖുർആൻ. പഠിച്ചു വെക്കണേ മുക്കുത്തുള്ള ഓരോ സഹോദരിമാരും പഠിച്ചു വെക്കേണ്ട പാഠമാണ്. മാതാവും പിതാവും ഏത് രീതിയിൽ ജീവിക്കുന്നു അതനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കളെ തർബിയത്ത് ചെയ്യുന്നതാണ്, മക്കളെ സാലിഹീങ്ങളാകുന്നതാണ്. ഹന്നത്ത് ബീവിയും ഇമ്രാൻ റളിയല്ലാഹു അൻഹു നല്ല തഖ്വ വെച്ചുള്ള ജീവിതം നയിച്ചു. അവർക്ക് അല്ലാഹു കുട്ടിയെ കൊടുത്തു, മറിയം ബീവിയെ കൊടുത്തു. ആ മകളാണെങ്കിലോ പകൽ മുഴുവനും നോമ്പാണ്,
രാത്രി മുഴുവനും നിസ്കാരമാണ് നിസ്കാരമാണ്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ഭർത്താവില്ലാതെ പടച്ചറപ്പിന്റെ ആത്മാവിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജിബ്രീൽ എന്ന മലക്ക് മുഖേന അവരുടെ വയറ്റിലേക്ക് ആത്മാവിനെ നൽകുകയാണ്. അതിലൂടെ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം പിറവികൊള്ളുകയാണ്. റൂഹുല്ലാഹ് എന്ന നാമം വരാൻ തന്നെ കാരണം അതാണ്. അല്ലാഹുവിന്റെ ആത്മാവാണ് ഈസാ നബി അലൈഹിസ്സലാമിലൂടെ നൽകപ്പെട്ടിട്ടുള്ളത്. ഈസാ നബി അലൈഹിസ്സലാം ഈ ലോകത്ത് വന്നുകൊണ്ട് ഇസ്ലാമിക പ്രബോധനം നടത്തി. ശത്രുക്കൾ കടന്നു വന്നപ്പോൾ, നസാറാക്കൾ അദ്ദേഹത്തെ ശല്യം ചെയ്തപ്പോൾ, കൊന്നുകളയാൻ വേണ്ടി തുനിഞ്ഞപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല വറഫഅനാഹു മകാനൻ അലിയാ, ആകാശലോകത്തേക്ക് ബഹുമാനപ്പെട്ടവർ അല്ലാഹു ഉയർത്തിക്കൊണ്ടുപോയി. അല്ലാഹുവിന്റെ റസൂൽ ഈ ലോകത്ത് ജീവിച്ചിരിക്കുന്ന കാലയളവിൽ പറഞ്ഞതാണ്, നാളെ ബഹുമാനപ്പെട്ട ഈസാ നബി അലൈഹിസ്സലാം ഡമസ്കസിലെ വെള്ളമിനാരത്തിലെ 2 മലക്കിന്റെ ചിറകിൻ കീഴിലായി ലോകാവസാന സമയത്ത് മറിയമിന്റെ പൊന്നുമോന് ഈസാ നബി അലൈഹിസ്സലാം ഭൂമിയിലേക്ക് കടന്നു വരുമത്രേ. ദജ്ജാലിനെ വധിക്കുമത്രേ. യജൂജ് മജൂജിന്റെ രംഗപ്രവേശനം ഉണ്ടാകുമ്പോൾ അതിനെല്ലാം തടയിടുന്നത് ഈസാ നബി അലൈഹിസ്സലാമാണ്. ഈസാ നബി അലൈഹിസ്സലാമും മഹദി ഇമാമും കൂടി ലോകാവസാനം ഈ ലോകത്ത് നയിച്ചു കൊണ്ടുപോയാണ്. അന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മതനിയമം അനുസരിച്ചുകൊണ്ട്, ഖുർആനിക ശരീഅത്ത് അനുസരിച്ചുകൊണ്ടാണ് ഈസാ നബി അലൈഹിസ്സലാം ഇവിടെ പ്രബോധനം നടത്തുക എന്നും നബിയുനാ റസൂലുള്ളാഹി. പഠിച്ചു വെക്കണേ മുസ്ലിമേ, നമുക്കിന്നും ഈസാ നബിയിൽ മാതൃകയുണ്ട്. നമുക്കിന്നും മറിയം ബീവിയുടെ ചരിത്രത്തിൽ മാതൃകയുണ്ട്. കാരണം അവരുടെ മുഴുവനും ജീവിതവും സംശുദ്ധമാണ്, സംശുദ്ധമാണ്. ഒരു കറാഹത്ത് പോലും ചെയ്യാതെ പടച്ച റബ്ബിന് വേണ്ടി മാത്രം നോമ്പനുഷ്ഠിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പൊരുത്തം മാത്രം കാംക്ഷിച്ചുകൊണ്ട് നിലകൊണ്ടവരാണ്. അതുകൊണ്ട് തന്നെ പടച്ച റബ്ബ് ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ തന്നെ വലിയ അനുഗ്രഹം അല്ലാഹു നൽകുകയാണ്. സ്വർഗത്തിന്റെ വിഭവങ്ങൾ ഭൂമിയിൽ വെച്ചുകൊണ്ട് തന്നെ കഴിക്കാനുള്ള അവസരം അല്ലാഹു നൽകുകയാണ്. നമ്മളോ ഇന്ന് ഹറാം കഴിച്ച്, ഹറാം ഭുജിച്ച്, സിനിമ കണ്ട്, സീരിയൽ ദർശിച്ച്, മോശപ്പെട്ട ബ്ലൂ ഫിലിമുകൾ കണ്ട്, റമദാനിന്റെ പകലിൽ പോലും രാത്രിയിൽ പോലും എന്നില്ല സിനിമാ ടാക്കീസിൽ പോയി സിനിമകൾ കണ്ടുകൊണ്ട് മോശപ്പെട്ട കൂട്ടുകാരുമായി അടിച്ചു പൊളിക്കുന്നവരല്ലേ, രഹസ്യമായി വേഴ്ച നടത്തുന്നവരല്ലേ. എത്രയോ അന്യരാകുന്ന സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ലൈംഗിക വേഴ്ച ഈ പരിശുദ്ധമായ റമദാനിൽ പോലും നമ്മൾ നടത്തിയില്ലേ. അന്യന്റെ ഫോൺ നമ്പർ കിട്ടാൻ വേണ്ടി താല്പര്യം വെക്കുന്നവരല്ലേ. മറിയം ബീവിയുടെ ജീവിതം ഒന്ന് ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. അന്യ ഒരു പുരുഷനെ കണ്ടപ്പോ പുറത്തു പോകണേ, ഞാൻ അല്ലാഹുവിനോട് നിന്നെ തൊട്ട് കാവൽ തേടുന്നു എന്ന് പറഞ്ഞ മറിയമിന്റെ പ്രിയപ്പെട്ടതാകുന്ന അനുയായി വൃന്ദമല്ലേ നമ്മൾ. ഒരന്യ പുരുഷന്റെതാകുന്ന മിസ് കോൾ കിട്ടാൻ വേണ്ടി മൊബൈൽ ഫോണുമായി വൈകുന്നേരം വരെ ഉലാത്തുന്ന സഹോദരിമാരുള്ള കാലഘട്ടമല്ലേ. ഇൻസ്റ്റഗ്രാമിൽ ഒരു അന്യ പുരുഷന്റെ മെസ്സേജ് എന്ന് കടന്നു വരാൻ വേണ്ടി കൊതിക്കുന്ന സഹോദരിമാരുള്ളവരല്ലേ. തന്റെ വാപ്പയറിയാതെ ഉമ്മയറിയാതെ രഹസ്യമായി പാതിരാത്രി സമയത്ത് അന്യനുമായിട്ട് ചാറ്റ് ചെയ്ത് വാട്സാപ്പിലൂടെ ഇൻസ്റ്റഗ്രാമിലൂടെ അവരുമായി മോശപ്പെട്ടതാകുന്ന രീതിയിൽ ചാറ്റിംഗ് നടത്തി പാതിരാത്രി സമയത്ത് വീഡിയോ കോളിലൂടെ തന്റെ ശരീരത്തിൻ്റെതാകുന്ന നഗ്നഭാഗങ്ങൾ മുഴുവനും പരപുരുഷന്മാർക്ക് കാണിക്കാൻ തയ്യാറായി നിൽക്കുന്ന മുസ്ലിം സഹോദരി മറിയം ബീവിയുടെ ചരിത്രമാണ് നീ പഠിക്കേണ്ടത്. അവരുടെ ജീവിതമാണ് നീ ഉൾക്കൊള്ളേണ്ടത്. അന്യരാകുന്ന പരപുരുഷന്റെ മുന്നിൽ തന്റേതാകുന്ന പ്രൊഫൈൽ പിക്ചർ ഇട്ടത് മാത്രമല്ല, തന്റെ മാറിടം, തന്റെ നഗ്നമാക്കപ്പെട്ട യോനി ഭാഗം, തന്റെ ശരീരത്തിന്റെ ഉടയാടുകൾ വസ്ത്രം മാറ്റി പരിപൂർണമായ നഗ്നത കാണിച്ച് അവന്റെ മുന്നിൽ വലിയ താല്പര്യത്തോടുകൂടി നിലകൊള്ളുന്ന മുസ്ലിം അംഗമാർ അധികരിച്ച കാലഘട്ടമല്ലേ. പ്രവാസ ലോകത്ത് പൊരുവയലത്ത് നിനക്ക് വേണ്ടി അരച്ചാണ് വര നിറയ്ക്കാൻ വേണ്ടി, മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ സ്നേഹം മറന്ന്, പ്രിയപ്പെട്ടതാകുന്ന ഭാര്യയുടെ സ്നേഹം മറന്ന് ദുനിയാവിൽ അടിച്ചു പൊളിക്കുന്ന ഭർത്താക്കന്മാരെ, ഭാര്യമാരെ ഖേദിക്കണേ, ഖേദിക്കണേ. നമുക്ക് ഏറ്റവും വലിയ ഉപമയായി അല്ലാഹു പറഞ്ഞത് ബീവി മറിയമാണ്, ബീവി മറിയമാണ്. ആദരവായ പ്രവാചകൻ അതുകൊണ്ട് തന്നെ പറയുകയാണ്, നാളെ
അല്ലാഹു സുബ്ഹാനഹു വ തആല 3 സ്ത്രീകളെയാണ് എനിക്ക് നാളെ വിവാഹം ചെയ്തു തരുക. സവ്വജനി അല്ലാഹു ഫിൽ ജന്ന സലാസതു മർആ. 3 സ്ത്രീകളെ എനിക്ക് നാളെ സ്വർഗ്ഗത്തിൽ അല്ലാഹു വിവാഹം ചെയ്തു തരും. ഒന്ന് ആസിയ ബീവിയാണ്. ശത്രുക്കളുടെ ശല്യം കൊണ്ട് വല്ലാതെ പൊരുതുമുട്ടി അവസാനം വീരമൃത്യു വരിച്ചതാകുന്ന ബീവി ആസിയ, ഫിർഔനിന്റെ ഭാര്യയാകുന്ന ആസിയെ എനിക്ക് അല്ലാഹു വിവാഹം ചെയ്തു തരും. സംശുദ്ധമായ ജീവിതം നയിച്ചവരാണവർ. രണ്ടാമത്തത് ഉഖ്തു മൂസ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ സഹോദരിയാണ്. തീർന്നില്ല. മൂന്നാമതായി റസൂലുള്ളാഹി പറയുകയാണ്, അല്ല ഈ ഹദീസിന്റെ ആദ്യത്തിൽ തന്നെ റസൂലുള്ളാഹി പറഞ്ഞ പേര് ഇമ്രാനിന്റെ മകള്, പലസ്തീനിലെ ഖതീബിന്റെ മോള്, ഇമ്രാനിന്റെ പൊന്നുമോള്, ബഹുമാനപ്പെട്ടതാകുന്ന ഇമ്രാനിന്റെ പൊന്നുമോള് ബീവി മറിയം എനിക്കുള്ളതാകുന്ന പെണ്ണാണ്. എനിക്ക് നാളെ സ്വർഗ്ഗത്തിൽ അല്ലാഹു വിവാഹം ചെയ്തു തരുന്ന മകളെയാണ് എന്ന് ഹബീബായ റസൂലുള്ളാഹി. അതിനുവേണ്ടിയല്ലേ മുസ്ലിമേ നമ്മൾ ദുആ ചെയ്യുന്നത്, അല്ലാഹുവേ മുത്തുനബിയുടെ തൃക്കല്യാണത്തിൽ ഞങ്ങളെ പങ്കാളികളാക്കണേ അല്ലാ. ആരാണ് പെണ്ണെന്ന് പഠിച്ചു വെക്കണേ. പെണ്ണ് ബീവി മറിയമാണ്, പെണ്ണ് ബീവി ആസിയാണ്, പെണ്ണ് ബീവി ഹാറൂനിന്റേതാകുന്ന സഹോദരിയാണ്. ഇത് പരിശുദ്ധ പ്രവാചകന്റെ അധ്യാപനമാ. എന്തുകൊണ്ടാണ്? ദുനിയാവിൽ സംശുദ്ധമാകുന്ന ജീവിതം നയിച്ചപ്പോ പരിശുദ്ധ പ്രവാചകന്റെ കല്യാണം, അതും ദുനിയാവിലെ കല്യാണം പോലെയല്ല, സ്വർഗത്തിലെ കല്യാണം. എല്ലാ വിശ്വാസികളും എല്ലാ അവിശ്വാസികളും എല്ലാ നിരീശ്വരവാദികളും എല്ലാ യുക്തിവാദികളും ലോകത്തിലുള്ള സർവരും നോക്കി നിൽക്കേ റസൂലുള്ളാഹിയുടെ കല്യാണത്തിന്റെ മാമാങ്കമാണ്. അതിൽ പങ്കെടുക്കാത്തവരില്ല, അതിൽ പങ്കെടുക്കാത്ത വിശ്വാസികളില്ല. അത്രയേറെ മനോഹരമാകുന്ന കല്യാണം. അതിൽ വരുന്ന പുതിയ പെണ്ണ് ആരാണ്? അതിൽ വരുന്ന പുതിയ പെണ്ണാരാണ്? ജീവിതത്തിൽ അന്യരാകുന്ന പരപുരുഷന്മാർക്ക് മുന്നിൽ ശരീരത്തിന്റെ നഗ്നകൾ പരിപൂർണമായി മറച്ചു നടന്ന പെണ്ണാണ്. പരിപൂർണമായി മറച്ചു എന്ന് മാത്രമല്ല, ഒരന്യ പുരുഷന്റെ നിഴൽവട്ടം കണ്ടപ്പോ നിന്നെ തൊട്ട് അല്ലാഹുവിനോട് കാവൽ തേടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പേടിച്ചതാകുന്ന പെണ്ണാണ് ബീവി മറിയം റളിയല്ലാഹു അൻഹാ. അല്ലാഹ് അവരെയാണ് വിവാഹം ചെയ്തു കൊടുക്കുക. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നീട്ടുന്നില്ല, ഈ സദസ്സ് ഇൻഷാ അല്ലാഹ് പിരിയാണ്. വേഗം തന്നെ നിസ്കരിക്കണം. അതിനുശേഷം ഇൻഷാ അല്ലാഹ് ദുആ ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. എല്ലാവരും ഈ സദസ്സിലുള്ളവരൊക്കെ ഒരു സ്വലാത്ത് ചൊല്ലിക്ക്. എല്ലാവരും സല്ലല്ലാഹു അലാ മുഹമ്മദ്. അല്ലാഹുവേ, ഞങ്ങൾ ഈ ചൊല്ലിയ സ്വലാത്ത് നീ സ്വീകരിക്കണേ അല്ലാ. ആദരവായ പ്രവാചകരുടെ തിരുചാരത്തേക്ക് ഈ സ്വലാത്ത് സലാമിനെ ഈ നിമിഷം തന്നെ എത്തിക്കണേ അല്ലാ. ആ പ്രവാചകരുടെ തൃക്കല്യാണത്തിൽ ഞങ്ങളേവരെയും നീ ഉൾക്കൊള്ളിക്കണേ അല്ലാ. ഈ മുക്കുന്നം ബനാത്തിന്റെ പരിസരത്ത് ഒരുമിച്ച് കൂടിയ സഹോദര സഹോദരിമാർക്ക് നീ സൗഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മറിയം ബീവി നയിച്ചതുപോലെയുള്ള സംശുദ്ധമായ ജീവിതം നയിച്ചാൽ നിനക്ക് ആഖിറത്തിൽ സ്വർഗ്ഗത്തിൽ കഴിയാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതാണ് അവരുടെ ചരിത്രത്തിന്റെ ഏറ്റവും വലിയ ഗുണപാഠം. എന്താ അവർ നയിച്ചത്? കണ്ണുകൊണ്ടോ ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ടോ ഹറാമിലേക്ക് തിരിക്കാതെ സംശുദ്ധത പാലിച്ചു. അതുകൊണ്ടാണ് ഖുർആൻ ആദ്യം അത് പറഞ്ഞത്, അഹ്സനത്തു ഫർജഹ. അവരവരുടെ ഗുഹ്യത്തെ സൂക്ഷിച്ചവരാണ്. ഗുഹ്യം എന്ന് പറഞ്ഞാൽ ശാരീരികമായ ബന്ധപ്പെടൽ മാത്രമല്ലല്ലോ വ്യഭിചാരം. അൽ ഐനാനി തസ്നിയാൻ ഫസിനാഹുമാ അൻ-നദറു. കണ്ണിന് വ്യഭിചാരമുണ്ട്, ഹറാമായ കാഴ്ചയാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. കാതിന് വ്യഭിചാരമുണ്ട്, ഹറാമായത് കേൾക്കല. അന്യ പെണ്ണുമായിട്ടുള്ള രാത്രിയിലുള്ള നിന്റെ സൊള്ളക്കം പുരുഷന്മാരെ നിനക്കതിലൂടെ നാശമുണ്ടാക്കും, നിനക്കത് നാശമായിരിക്കും. റമദാനിൽ പോലും അത്തരത്തിൽ പ്രവർത്തിച്ചവരെ കുറിച്ച് പിന്നെന്ത് പറയാൻ. ഈ റമദാൻ വിട പറയുന്നതിന് മുമ്പ് തൗബയുടെ പരിശുദ്ധമാക്കപ്പെട്ട റമദാൻ 29-ാം രാവ് നിലകൊള്ളുന്ന ഈ സമയത്ത് ശരിക്കും ദുആ ചെയ്യാൻ അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. റമദാനിന്റെ അവസാനത്തെ ദിവസം എത്തിക്കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാൻ 1 മുതൽ 28 വരെ എത്ര ലക്ഷം ആളുകളെ അല്ലാഹു നരകത്തിൽ നിന്ന് മോചിപ്പിച്ചോ അത്ര തന്നെ മുഴുവൻ ആളുകളെയും അത്ര എണ്ണം കണ്ട് വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നത്തെ രാത്രിയിൽ ഒറ്റ രാത്രി കൊണ്ട് വീണ്ടും മോചിപ്പിക്കുന്ന
റമദാനിന്റെ ലാസ്റ്റ് രാത്രിയിൽ റമദാൻ 1 മുതൽ 29 വരെ നിലകൊണ്ടിട്ടുള്ളതാകുന്ന ആരെല്ലാം ലക്ഷക്കണക്കിന് ആളുകളെയാണ് ഓരോ ദിവസവും നരകീയ മോചനം കൊടുക്കുക. അത്ര കണ്ട് എണ്ണം കൊണ്ടിട്ടുള്ള ആളുകളെ ലാസ്റ്റത്തെ ദിവസം വീണ്ടും അള്ളാഹു നരകീയ മോചനം. അതിൽ നമ്മൾ ഉൾപ്പെടണ്ടേ? അള്ളാഹു തൗഫീഖ് തരട്ടെ. അതിലെങ്കിലും നമുക്ക് സ്ഥാനം കിട്ടിയില്ലേ നമ്മൾ നഷ്ടപ്പെട്ടു. അള്ളാഹു നമ്മളെ കാക്കട്ടെ. അതിനുവേണ്ടിയാണ് നമ്മൾ ഈ സദസ്സിൽ ഒരുമിച്ച് കൂടിയത്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ.